അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എന്നുള്ളത് കാബത്തിലാട്ടോ. കാബത്തിൻ്റെ അടുത്താണ്, ഹറമിൻ്റെ ഉള്ളിൽ കാബത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഈ കാബത്തിൻ്റെ കിസ്വ മാറ്റുന്നതാണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതൊരു പ്രത്യേക കാഴ്ച തന്നെ കേട്ടോ. ഈ കിസ്വ മാറ്റുക എന്നുള്ളത് കാബത്തിൻ്റെ മുകളിലുള്ള ആ തുണിക്കൊണ്ടുണ്ടാക്കിയ ആ കർട്ടൻ മാറ്റി അത് കൊല്ലത്തിലൊരിക്കൽ ആ കർട്ടൻ മാറ്റിട്ടോ. അത് പഴയത് കഴിച്ചെടുത്ത് പുതിയത് കാബത്തിൻ്റെ മുകളിലേക്ക് കയറ്റിട്ടോ. അത് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. അത് രാത്രി വാഹനത്തിൽ കൊണ്ടുവന്ന് കാബത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുക. അത് അബ്ദുൽ അസീസിൻ്റെ ഭാഗത്താണ് വലിയ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ചെറിയ ഇലക്ട്രിക് വാഹനം ഉണ്ടല്ലോ അതിൽ കയറ്റിയിട്ട് അബ്ദുൽ അസീസിലൂടെ ഹറമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് കാബത്തിൻ്റെ അടുത്തുനിന്ന് കാബത്തിൻ്റെ മുകളിലേക്ക് കയറ്റാണ് ചെയ്യുക. അങ്ങനെ മുകളിലേക്ക് കയറ്റി ഇത് ഏകദേശം മുകളിൽ കെട്ടിയതിന് ശേഷമാണ് പഴയ കിസ്വ അതിൽ വന്ന് അയച്ചെടുക്കട്ടോ. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരിൽ കണ്ട് കാണുമെങ്കിൽ മനസ്സിലാവും. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൽഹംദുലില്ലാഹ് നല്ലൊരു പ്രത്യേക കാഴ്ച കേട്ടോ. അത് കാണാൻ കഴിയുന്ന പ്രത്യേക കാഴ്ചയാണ്. നമ്മുടെ ചാനലുള്ള കുടുംബാംഗങ്ങൾക്ക് കാണാനുള്ള തോഫീക്ക് അല്ലാഹു പെട്ടെന്ന് പൂർണ്ണമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിപ്പം ഉള്ളിലേക്ക് ഹറമിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. കാബത്തിൻ്റെ അടുത്തേക്ക് എത്തി സ്വീകരിക്കാനായിട്ട് ഹറമിൻ്റെ മെയിൻ ഇമാം റഹ്മാൻ സ്വദേശി അതുണ്ട്. അങ്ങനെ ഇത് കാബത്തിൻ്റെ മുകളിലേക്ക് കയറ്റിയതിന് ശേഷം മുകളിൽ കയറ്റിയതിന് ശേഷമാണ് അതായത് ഒന്നിനെ അയച്ചിട്ടുണ്ട്. വല്ലാത്തൊരു സംഭവമായിട്ടത് അതോ മുകളിലേക്കാണ് കയറ്റുന്നത്. പുതിയ കിട്ടുകയാണ്. അത് ഉള്ള ഗോൾഡ് കവർ നിറത്തിൽ എഴുതിയിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ നൂലുകളാണ് ഒന്നാണ് കേട്ടോ. ആ ഖുർആൻ്റെ വചനങ്ങൾ എഴുതിയത് ഇതിൽ സ്വർണവും വെള്ളിയും ഉപയോഗിച്ചിട്ടാണ് ഖുർആൻ്റെ വചനങ്ങളെല്ലാം അതൊന്ന് എഴുതിയത്. സ്വർണത്തിൻ്റെ നൂലുകളാണ് അത് ഉപയോഗിച്ച് എഴുതി ഒരുപാട് 250 പണിക്കാരുടെ പണിയുടെ ഫലമായിട്ടാണ് കേട്ടോ ഞാനൊരു കിസ്വ ഉണ്ടാക്കി വരുന്നത്. അത് കൊല്ലം ഉണ്ടാക്കുന്നത്. എല്ലാ കൊല്ലത്തിനും ലാസ്റ്റിൽ പുതിയ കൊല്ലമാകുമ്പോഴത്തേക്കും പുതിയ കാബത്തിൻ്റെ മുകളിൽ കയറ്റിട്ടാണ്. അതുപോലെ മുകളിലേക്ക് കയറ്റി ഏകദേശം അവിടെ വെച്ചതിന് ശേഷമാണ് പഴയത് അവിടെ നിന്ന് കഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും മാറ്റിയിട്ടാണ് പ്രത്യേകം കെട്ടാനുള്ള കയറുകളും അടിയിൽ കെട്ടാനുള്ള റിങ്ങും എല്ലാം പുതിയത് എല്ലാ കൊല്ലവും ഇതാണ് പഴയത്. പുതിയത് കയറ്റിയ ശേഷം പഴയത് അതിൽ നിന്ന് അയച്ചെടുക്കാറുണ്ട്. അത് ഇതുപോലെ നല്ല റോളാക്കി അതൊക്കെയാണ് എന്താണ് കാര്യം ചെയ്യുന്നതെന്ന് അറിയില്ല. പല ഭാഗങ്ങളിലേക്കും അതിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. വേറെ നടത്തിയെടുക്കുകയാണ് അതായത് ചെയ്യുന്നത്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നല്ലൊരു സംഭവമാണ്. ഇതിനെ ഒന്ന് നേരിൽ കാണുമ്പോഴേ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വല്ലാത്തൊരു ബറക്കത്താണ്. ഇതൊക്കെ ഇവിടെ ഒന്ന് കാണാനുള്ള തോട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവരും നൽകട്ടെ. അന്നേർക്ക് വീണ്ടും വരാനും വരാത്തവർക്ക് എത്തിപ്പെടാനും ഇവിടെ തോട്ടിയിട്ട് അല്ലാഹു
അതൊക്കെ ഒന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതുപോലെ വിഭാഗങ്ങളൊക്കെ തിരിഞ്ഞ് ക്ലിയറാക്കുകയാണ് പറ്റുക. നല്ല ടൈറ്റിൽ നിൽക്കണമല്ലോ, അതിനാണ് മുകളിലും താഴെയും എല്ലാം നല്ലവണ്ണം തെങ്ങി പിടിപ്പിക്കട്ടെ. അതുപോലെ ഏത് ഭാഗങ്ങളും തെങ്ങി പിടിപ്പിക്കും. ഈ എഴുത്തുകളെല്ലാം സ്വർണത്തിൻ്റെ നൂല് കൊണ്ടാണ് എഴുത്തുകളൊക്കെ എഴുതിയത്. അതുപോലെ ഈ കറുത്ത ഭാഗത്ത് ഖുർആനിൻ്റെ ആയത്തുകളും ദിക്റുകളും ആയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, എന്ന വീഡിയോ ഇവിടെ